എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. നല്ല എട്ടിന്റെ മണി കിട്ടിയിട്ടുള്ളത്. എന്ത് പറ്റി രമണ? രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. മൂഞ്ചി തെറ്റിയിട്ടുള്ളത് എന്റെ ക്രിപ്റ്റോ സ്കാമായി. നമ്മുടെ പഴയ കളിക്കൂട്ടുകാരൻ റോമിങ്ങാ, ഇന്റർനാഷണൽ റോമിങ്. ഞാൻ അന്ന് പറഞ്ഞില്ല, ഒരു കോയിനിൽ ഞാൻ ക്രിപ്റ്റോയിൽ ഞാൻ എന്റെ മൊത്തം സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞില്ല. അത് നല്ലൊരു പണി കിട്ടി. സ്കാം ആയിരുന്നു. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇവന്റെ ഈ ക്രിപ്റ്റോ മച്ചാന്റെ ഈ വീഡിയോ കണ്ടപ്പോ തന്നെ ഞാൻ ബാക്ക് വലിയണായിരുന്നടാ. ഇത് കണ്ടോ? അറിയാത്ത പിള്ള ചൊറിയപ്പോൾ അറിയും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തൊപ്പി ക്രിപ്റ്റോയിൽ പുതുതാണ്. സോ ഒന്നെങ്കിൽ തൊപ്പിയെ ഏതെങ്കിലും റെക്രൂട്ട് ടീം അവരുടെ ടോക്കൺ ബൈബാക്ക് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം. എന്നെ കുത്തുവാളടിപ്പിച്ച നീയൊക്കെ അടങ്ങോളടാ. അല്ലെങ്കിൽ ഏതെങ്കിലും ഫേക്ക് ടെലിഗ്രാം അഡ്മിൻസ് ഏതെങ്കിലും. ഞാൻ കണ്ടപാടന്നെ ഞാൻ ഇതിനെ കുറിച്ച് നോക്കണായിരുന്നടാ. ഞാനിത് എല്ലാരും പറയുന്ന പോലത്തെ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടടാ. മണ്ടത്തരായി പോയടാ. ആരോടും പറയല്ലേ, അംബോയിസരാട്ടാ. ഓന്റെ അലാക്കിന്റെ ചൈനീസ് കോയിൻ, ആഫ്രിക്കൻ കോയിൻ, വല്ല ബിറ്റ് കോയിനിലോ അങ്ങനെ എവിടെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാനും. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഇത് വലിയ അത്യാഗ്രഹം മുത്തിട്ട് ഞാൻ മണ്ടത്തരം കാണിച്ചേന്ന്. മരമണ്ടത്തരം ഞാൻ കാണിച്ചേന്ന്. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. എനക്ക് പോയതിന്റെ പകുതിയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ഇതാണ് ഇപ്പൊ തന്റെ അവസ്ഥ. ഞാൻ രാവിലെ മുതല് കോയിനെ വെയിലത്ത് അയച്ചിട്ട പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആൾക്കാരാ ഇത് കേൾക്കുമ്പോ ഇവർക്ക് ആഘോഷിക്കാനുള്ള വകയാന്ന് ഇതെന്ന് എനക്കറിയാം. ഇത് നിന്റെ ബുദ്ധിയല്ലേ? ഓക്കെ, ഇതെനക്ക് നഷ്ടം തന്നെ. പക്ഷെ ഇതും കൊണ്ട് അവിടെ സൈഡായിട്ട് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ജീവന്റെ അവസാന തുടിപ്പോരെ ഈ ഹക്കീം പൊരുതും. മോനെ, എനിക്ക് പോയ പൈസ എന്ന് പറഞ്ഞാൽ ഞാനൊരു 3-4 മാസം കൊണ്ട് ഞാൻ തിരിച്ചു പോയി. ശരി, നിങ്ങൾ വിട്ടോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. സമയം വൈകി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.